എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ. ഞാൻ അനു സുനിൽ, മങ്ങാട്ടുതുണ്ടത്തിൽ സെന്റ് ജോൺ ന്യൂമാൻ ക്നാനായ കാത്തലിക് കമ്മ്യൂണിറ്റി, ഫിലഡൽഫിയ. ഇന്ന് KCWF ഒരുക്കുന്ന ഓണപാചക മത്സരത്തിൽ നാടൻ രുചിയുടെ പാരമ്പര്യം നിലനിർത്തിക്കൊണ്ട് മധുരം, പുളി, എരി ഒത്തുചേരുന്ന ഈ പ്രത്യേക വിഭവം ഞാനിവിടെ അവതരിപ്പിക്കുന്നു. ഓണസദ്യയുടെ രുചിക്ക് മധുരം, പുളിയും ചേർന്ന് സ്വാദിഷ്ടമാക്കുന്ന ഒരു വിഭവം. ഇഞ്ചിയുടെ മണവും പുളിയുടെ ചൂടും ശർക്കരയുടെ മധുരവും എല്ലാം ഒത്തുചേരുമ്പോൾ രുചിയുടെ ഒരു ഉത്സവം. നമ്മുടെ കേരളത്തിൻ്റെ പരമ്പരാഗത ഇഞ്ചിപ്പുളി. ഈ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇഞ്ചിപ്പുളി തയ്യാറാക്കുന്നതിന് ആവശ്യമായ ചേരുവകൾ: 50 ഗ്രാം ഇഞ്ചി ചെറുതായി കൊത്തി അരിഞ്ഞത്, ഒരു നാരങ്ങ വലുപ്പത്തിൽ ഉള്ള വാളംപുളി ചെറു ചൂടുവെള്ളത്തിൽ അലിയിപ്പിച്ച് പിഴിഞ്ഞെടുത്തത്, 4 പച്ചമുളക് ചെറുതായി അരിഞ്ഞത്, 5 മുതൽ 6 വരെ ഉള്ള കൊച്ചുള്ളി ചെറുതായി അരിഞ്ഞത്, 4 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ, 1/2 ടീസ്പൂൺ കടുക്, 4 ടേബിൾ സ്പൂൺ ശർക്കര, 2 തണ്ട് കറിവേപ്പില, 3 വറ്റൽമുളക്, 1/2 ടീസ്പൂൺ മുളക് പൊടി, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 പിഞ്ച് ഉലുവാപ്പൊടി, പാകത്തിന് ഉപ്പ്. ഇനി ഒരു ചീനച്ചട്ടി നന്നായി ചൂടാക്കി വെളിച്ചെണ്ണ ഒഴിക്കാം. എണ്ണ നന്നായി ചൂടാകുമ്പോൾ കടുക് പൊട്ടിക്കാം. കടുക് പൊട്ടുമ്പോൾ വറ്റൽമുളക്, കറിവേപ്പില ചേർത്ത് മൂപ്പിക്കാം. അപ്പോൾ ആ സുഗന്ധം അടുക്കള മുഴുവൻ നിറയും. ഇപ്പോൾ നമ്മുടെ നായകൻ ഇഞ്ചി ചേർത്ത് ഇളക്കാം. ഇഞ്ചി നന്നായി എണ്ണയുമായി യോജിച്ചു കഴിഞ്ഞാൽ അരിഞ്ഞു വെച്ചിരിക്കുന്ന പച്ചമുളക്, ചെറിയ ഉള്ളി ചേർത്ത് ഇളക്കാം. ഈ ചേരുവകൾ നന്നായി മീഡിയം ഫ്ലെയിമിലിട്ട് ഗോൾഡൻ ബ്രൗൺ കളർ ആകുന്നത് വരെ നന്നായി ഇളക്കി വഴറ്റിയെടുക്കണം. അതാണ് മുഴുവൻ രുചിയുടെ രഹസ്യം. മറന്നു പോകരുത്. ഫ്ലെയിം നന്നായി കുറച്ചിട്ട് ടൈം എടുത്ത് വേണം ഈ ചേരുവകൾ മൂപ്പിച്ചെടുക്കാൻ. ഇപ്പോൾ നമ്മുടെ ചേരുവകൾ എല്ലാം നന്നായി വഴന്ന് നല്ല ഗോൾഡൻ ബ്രൗൺ കളറായിട്ടുണ്ട്. ഇതിലേക്ക് എടുത്തു വെച്ചിരിക്കുന്ന മുളക് പൊടി, മഞ്ഞൾപ്പൊടി, ഉലുവാപ്പൊടി, ഉപ്പ് ചേർത്ത് നന്നായി ഇളക്കി പച്ചവാസന മാറുന്നത് വരെ നന്നായി ഇളക്കി മൂപ്പിച്ചെടുക്കണം. ഇപ്പോൾ എല്ലാ ചേരുവകളും നന്നായി വഴന്ന് റെഡിയായി. ഇനിയും എടുത്തു വെച്ചിരിക്കുന്ന പുളിവെള്ളം ഒഴിച്ച് കുറുകി വരുന്നത് വരെ തിളപ്പിക്കാം. പുളിയുടെ പച്ചവാസന മാറി നന്നായി കുറുകി വരുന്നത് വരെ ചെറിയ ഫ്ലെയിമിൽ ഇട്ട് ഇളക്കണം. 5 മുതൽ 6 മിനിറ്റ് വരെ നന്നായി തിളപ്പിച്ച് കുറുക്കിയെടുക്കണം. ഇപ്പോൾ പുളിവെള്ളം നന്നായി തിളച്ച് കുറുകി വന്നിട്ടുണ്ട്. പുളിയുടെ തിളച്ച മണത്തിൽ എടുത്തു വെച്ചിരിക്കുന്ന ശർക്കര ചേർക്കാം. ശർക്കരയും പുളിയും ഒന്നിച്ച് കട്ടിയായി ഒരു തിക്ക് ഗ്രേവിയായി മാറുന്നത് വരെ, അല്ലെങ്കിൽ പോട്ടെ, ശർക്കരയും പുളിയും കൂടെ നന്നായി ഒന്ന് കൂട്ടുകൂടി നല്ലൊരു സ്വീറ്റ് ഫ്രണ്ട്ഷിപ്പ് അവിടെ ഉണ്ടാകട്ടെ. അതുതന്നെയല്ലേ ഇഞ്ചിപ്പുളിയുടെ മാജിക്. അങ്ങനെ നമ്മുടെ ഇഞ്ചിപ്പുളി റെഡിയായി. ഇനിയും ചെറുതായി ഇളക്കി അടുപ്പിൽ നിന്ന് മാറ്റി ഒരു സർവിംഗ് ബൗളിലേക്ക് മാറ്റാം. അങ്ങനെ നമ്മുടെ ഓണസദ്യയിലെ അവിഭാജ്യ വിഭവമായ ഇഞ്ചിപ്പുളി തയ്യാറായി. മധുരവും പുളിയും എരിവും ഒത്തുചേരുന്ന ഈ രുചി ഓണത്തിൻ്റെ സന്തോഷവും ഐക്യവും പോലെ എല്ലാവരുടെയും മനസ്സ് നിറയ്ക്കട്ടെ. എല്ലാവർക്കും ഒരിക്കൽ കൂടി ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ. നന്ദി.